ചില കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നാം. നിനക്കെന്ത് കാര്യമാണ് ഇതിലെന്ന് ചിന്തിക്കാം. ഞാൻ ഒരു അഭിഭാഷകനാണ്, നീതിയുടെ കൂടെ നിൽക്കേണ്ടയാളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ ജനങ്ങളുമായിട്ട് സംവദിക്കേണ്ടത് എൻ്റെ കടമയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് പറയട്ടെ. നമുക്കറിയാം, നമ്മളൊക്കെ ഓരോ ഫാന്റസികളിൽ വിശ്വസിക്കുന്നവരാണ്, അതൊന്നും ഒരു തെറ്റുമില്ല. പക്ഷേ വളരെ കൃത്യമായ സോഴ്സിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത്. കേരളത്തിൽ സ്വാപ്പിംഗ് എന്ന കലാപരിപാടി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാപ്പിംഗ് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഒരു എക്സ്ചേഞ്ച് പരിപാടിയാണ്. ഇണകളെ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു കലാപരിപാടിയാണ്. പലപ്പോഴും ഇതൊരു കൺസെപ്ഷൽ ആയതുകൊണ്ട്, പരസ്പര സമ്മതത്തോടു കൂടി ആയതുകൊണ്ട് തന്നെയാണ് പുറംലോകം അറിയാത്തത്. അതായത് ആയിരക്കണക്കിന് സംഭവങ്ങൾ നടക്കുന്നെങ്കിൽ ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ സംഭവങ്ങൾ മാത്രമേ പുറത്തു വരുന്നുള്ളൂ എന്നുള്ള സത്യം. ദമ്പതിമാർക്കിടയിൽ അങ്ങനെ കൺസെപ്ഷലായിട്ടൊരു കാര്യം ചെയ്യുന്നത് നിനക്കെന്താടാ കുഴപ്പമെന്ന് ചോദിച്ചാൽ ഞാൻ സമ്മതിച്ചു. നിങ്ങളുടെ ഫാന്റസികളുടെ, നിങ്ങളുടെ ഫെറ്റിഷത്തിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ കക്കോൾഡ് ഫാമിലിയാണ്, ഹസ്ബൻഡാണ്, വൈഫാണെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടത്തോടു കൂടി നിങ്ങളെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നതിൽ തെറ്റൊന്നും എനിക്ക് പറയാനില്ല. കാരണം നിങ്ങളുടെ സമ്മതം അതിനകത്തോട്ട്. പക്ഷേ പല കുടുംബങ്ങളിലും സമ്മതമില്ല, പ്രത്യേകിച്ച് സ്ത്രീയുടെ സമ്മതമില്ല. അവിടെയാണ് പ്രശ്നം വരുന്നത്. പല പുരുഷന്മാരും തൻ്റെ ഇംഗിതത്തിന് വേണ്ടി ഭാര്യമാരെ പല കാര്യങ്ങൾ പ്രയോഗിച്ചാണ് ഒതുക്കുന്നത്. ഒരുപക്ഷെ ഭാര്യയ്ക്ക് നേരത്തെ എവിടെയെങ്കിലും ഒരു ചെറിയ ബന്ധമുണ്ടായിരിക്കും. ആ ബന്ധം കണ്ടുപിടിച്ച് കഴിയുമ്പോൾ അതിനെ എതിർക്കാതെ, അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അത് പതുക്കെ അയാളുടെ ഇംഗിതത്തിലാക്കി മാറ്റുന്നു. യാതൊരു പരിചയവുമില്ലാത്ത പുരുഷന്മാരോട് ഒപ്പം തന്നെ അന്തി ഉറങ്ങുവാൻ ഭാര്യയെ പ്രേരിപ്പിക്കുന്നു. ഇത് കൺസെപ്ഷൻ ഒന്നും പറയാൻ പറ്റില്ല. ആ പെൺകുട്ടിയുടെ ഗതികേട് കൊണ്ടാണ് ആ പെൺകുട്ടി അങ്ങനെ പലപ്പോഴും ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പതുക്കെ തന്നെ അവർ ആകപ്പാട് ട്രോമയിലാവും. ഏതെങ്കിലും ഒരു അവസ്ഥയിൽ അവർ പ്രതികരിക്കും. ചില കേസുകളിലെങ്കിലും ആ പ്രതികാര നടപടി അവരുടെ ജീവിതം ഇല്ലാതാക്കും. നമുക്കറിയാം, തിരുവല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഭാര്യയുടെ എതിർപ്പിന്റെ ഫലമായിട്ട് ഭർത്താവ് ഭാര്യയെ കൊന്നു, അയാൾ തന്നെ സ്വയം ഇല്ലാതെയായി. പലപ്പോഴും ഈ സെക്ഷൽ ഫാന്റസികളുടെ ഒരു ത്രിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി, ഒരു കൗതുകത്തിന്റെ പേരിലാണ് പല കുടുംബങ്ങളും ഇത്തരം കാര്യങ്ങളിലേക്ക് ചെന്ന് വീഴുന്നത്. സ്ഥിരമായിട്ട് ഒരേ ബെഡ്, ഒരേ രീതി എന്നുള്ള രീതി മാറ്റിക്കൊണ്ട് തന്നെ ഒരു ചേഞ്ച് ആകാം എന്നുള്ള ചില വീഡിയോസുകൾ, ചില പഠനങ്ങൾ, അല്ലെങ്കിൽ ചില അത്തരത്തിലുള്ള ചില വായനകളൊക്കെ കൊണ്ട് തന്നെ ഭാര്യയ്ക്കും ഭർത്താവിനും തോന്നുകയാണ്, നമുക്കൊന്ന് ഷെയർ ചെയ്യാം, നമുക്ക് നഷ്ടപ്പെടാൻ എന്തിരിക്കുന്നു. ഇതിനൊക്കെ പൊതുവായിട്ട് ഇവർ പറയുന്ന ഒരു സാധനമാണ്, നീ അറിഞ്ഞുകൊണ്ട് പോകുന്നതല്ലേ ഞാൻ അറിയാത്തയേക്കാളും പോകാൻ നല്ലത്. അതായത് നിനക്ക് മറ്റൊരു പുരുഷനുമായിട്ട് ബന്ധമുണ്ടാകുന്നത് ഞാൻ അറിയുന്നില്ല, അതുകൊണ്ടത് ആ ബന്ധം ഇല്ലാതാകുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ അറിഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, എനിക്കതിൽ കുഴപ്പവുമില്ല. ഇതാണ് പൊതുവെ ഇത്തരത്തിലുള്ള ഭർത്താക്കന്മാരുടെ ഒരു രീതി. പൊതുവെ പുരുഷന്മാർക്ക് വൈകാരികമായിട്ട് അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ട് ഇക്കാര്യത്തിൽ വലിയ സംഭവങ്ങളൊന്നുമില്ല. പക്ഷെ സ്ത്രീക്ക് അങ്ങനെയല്ല. അത്തരത്തിൽ സ്വന്തം ഭർത്താവിനെ അല്ലെങ്കിൽ മറ്റൊരാൾ ഷെയർ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു സ്ത്രീയും മിക്കവാറും സഹിക്കില്ല. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഒരുപാട് സ്ത്രീകൾ അത് എൻജോയ് ചെയ്യുന്നവരുണ്ട്. അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ, നേരത്തെ പറഞ്ഞൊരു കക്കോൾഡ് ഒരു ബേസ്ഡ് ആയിരിക്കും. അവർ കക്കോൾഡ് വൈഫാവാം, കക്കോൾഡ് ഹസ്ബൻഡ് ആകാം. അത്തരത്തിലുള്ള മാനസികാവസ്ഥ ഇല്ലാതെ ഇതിലേതെങ്കിലും ഒരാൾ കക്കോൾഡാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് എതിർപ്പില്ല. പക്ഷെ ഒരാൾക്ക് എതിർപ്പുണ്ട്, പക്ഷെ അയാൾക്ക് എതിർക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ചിലപ്പോൾ കൊണ്ടുപെടുത്തിയേക്കാം. മുൻകാല ബന്ധങ്ങളെ പറഞ്ഞുകൊണ്ട് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യാം, അതല്ലെങ്കിൽ ചില പ്രത്യേക സുഖങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാം. ചില മൊമെന്റുകളിലൊക്കെ ഏതെങ്കിലും ഭാര്യമാരൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ പിന്നീട് മനസ്സിലാവുകയാണ് തനിക്ക് യാതൊരു പരിചയവുമില്ലാത്തൊരു മനുഷ്യനുമായിട്ട് അന്തി ഉറങ്ങേണ്ടി വരുന്ന അവസ്ഥ. പതുക്കെ പതുക്കെ അവരിലേക്ക് വിഷാദവും ഡിപ്രഷനും പ്രശ്നങ്ങൾക്കും ഉണ്ടാവും. മാത്രമല്ല, നിങ്ങൾക്ക് കുടുംബമുള്ളതല്ലേ, നിങ്ങളുടെ കുട്ടികൾ ഇത് കണ്ടു വളരുന്നൊരു അവസ്ഥ വന്നു കഴിഞ്ഞാലോ. നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ പല കുടുംബങ്ങളിലെ പ്രശ്നങ്ങളിലും ഇത്തരത്തിൽ നാം അറിയാതെ പോകുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത് സത്യമാണ്. ചില കാര്യങ്ങളൊക്കെ ഒരു അഭിഭാഷകൻ തന്നെ എനിക്ക് തുറന്നു പറയാൻ പറ്റില്ല. കാരണം എന്നെ കാണാൻ വരുന്ന ചില കക്ഷികൾ ചില കാര്യങ്ങൾ ഓപ്പൺ ആക്കി കഴിയുമ്പോൾ അവരുടെ പ്രൈവസിയെ മാനിച്ചവർ പറയും, ഇത് പുറത്തു പറയാൻ പാടില്ല. ഓക്കെ, അതെന്റെ കർത്തവ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പൊതുവായിട്ടാണ് പറയുന്നത്, കേരളത്തിൽ ഇത്തരത്തിലുള്ള സ്വാപ്പിംഗ് എന്ന പരിപാടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. സ്വാപ്പിംഗ് മാത്രമല്ല, കേട്ടാൽ അറയ്ക്കുന്ന പല സംഭവങ്ങളും നമുക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെയൊക്കെ ആഡോടായിട്ട് ഈ മയക്കുമരുന്നും മദ്യവും രാസലഹരികളൊക്കെ ഉണ്ട്. കാരണം ഇതൊക്കെ കഴിച്ചു കഴിയുമ്പോൾ നമ്മളല്ലാതായി മാറിക്കഴിയും. ഇത്തരം ഘട്ടങ്ങളിൽ പ്രിയപ്പെട്ട സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ നിങ്ങളുടെ ഇഷ്ടമില്ലാതെ, അണ്ടർലൈൻ, നിങ്ങളുടെ ഇഷ്ടത്തോടെയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമാണ്, അതിൽ പറയാൻ എനിക്ക് യാതൊരു അവകാശമില്ല. പക്ഷെ നിങ്ങളുടെ ഇഷ്ടമില്ലാതെ ഏത് വിധേനയായാലും, നിങ്ങളുടെ ഭർത്താവ് നിർബന്ധിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഭർത്താവ് നിങ്ങളെ പ്രണയിച്ചുകൊണ്ട് നിങ്ങൾ കീഴ്പ്പെടുത്തുകയാണെങ്കിലോ, നോ എന്ന് പറയേണ്ടടുത്ത് തീർച്ചയായിട്ടും നോ തന്നെ പറയണം. നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു നോ, ആ ഒരു നോ ആയിരിക്കണം നിങ്ങളുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പോക്ക്. അതല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്, നിങ്ങൾ ഇപ്പോൾ എസ് പറഞ്ഞു, പിന്നെ നിങ്ങൾ എസ് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾ നോ പറയേണ്ടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ കുടുംബജീവിതം മാത്രമല്ല, നിങ്ങളുടെ ജീവൻ തന്നെ ഇല്ലാതാകുവാൻ അത് മതിയാകും. അപ്പം
ഏതെങ്കിലും ഒരു പുരുഷൻ തൻ്റെ ഭാര്യയെ, അത് അത്ര നല്ല പരിപാടിയൊന്നുമല്ല, ഏത് വലിയ മാനസികാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സ്വന്തം ഭാര്യയെ വേറൊരുത്തന് ഷെയർ ചെയ്തുകൊണ്ട് അത് വലിയ സംഭവമാണെന്ന് വിശ്വസിക്കുന്നത്, വലിയ സംഭവമാണെന്ന് വിശ്വസിക്കാൻ ഞാൻ റെഡിയല്ല. കാരണം ഞാൻ അത്ര ഒരാളല്ല. അതുകൊണ്ടായിരിക്കാം. അത്തരത്തിൽ ഉള്ളവർക്ക് നിങ്ങളുടെ ഭാര്യയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടെങ്കിൽ പോയിക്കോളൂ. പക്ഷേ എഴുതി വെച്ചോളൂ, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇത് പൊളിയും. കാരണം ഇതിങ്ങനെ ഒരാളല്ല, പല ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇത് പൊളിയും. നിങ്ങൾ കൊണ്ടുവരുന്ന ഇണ ചിലപ്പോൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടാതെ വരുന്നു. അവർ ചൊറിയും, പ്രശ്നമുണ്ടാവും, അവിടെ പ്രശ്നം തുടങ്ങും. ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക, നിയമത്തിന്റെ മുന്നിൽ ഇത് വല്ലാത്തൊരു കുറ്റമാണ്. മിനിമം ഒരു 12 വർഷമെങ്കിലും മിനിമം അകത്ത് കിടക്കേണ്ടി വരും ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം. അത് മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു റേപ്പ് വരെ ആകാൻ സാധ്യതയുള്ള ഒരു സംഭവമാണെന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. പിന്നെ എൻ്റെ ഭാര്യ 1 സമ്മതിച്ചു, 2 സമ്മതിച്ചു, 3 സമ്മതിച്ചു, 10 സമ്മതിച്ചു, 100 സമ്മതിച്ചാലും 101ാമത്തെ തവണ നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നോ മതി നിങ്ങളുടെ ജീവിതം തകർക്കാനെന്ന് ഭർത്താക്കന്മാരും ഓർത്തിരിക്കുക. ഭർത്താക്കന്മാരും ഭാര്യമാരും മാത്രമല്ല, കപ്പിൾസ് എന്ന പേരിൽ ഒരുപാട് വലിയ ബിസിനസ്സാണിത്. ഒരുപക്ഷെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ കമന്റ് ബോക്സിനടിയിൽ ഇപ്പോൾ എന്നെ തെറി വിളിച്ചുകൊണ്ട് വരാൻ സാധ്യതയൊക്കെ എനിക്കറിയാം. അവരെന്താണെന്നും എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സൂക്ഷിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ പോക്ക് അത്ര നല്ല, എത്ര പാശ്ചാത്യ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ കുടുംബ പശ്ചാത്തലത്തിൽ ഇതൊന്നും നടക്കുകയില്ല. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമുക്ക് റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കും, ജീവനെ ബാധിക്കും എന്ന് പറയാൻ കൂടിയാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. എന്തായാലും സൂക്ഷിക്കുക. ഏത് നിമിഷവും നിങ്ങൾക്കും ഇത്തരത്തിലുള്ളൊരു കോൾ വന്നേക്കാം.